നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ മറ്റു വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് മാലാഖമാരുടെ പ്രധാനപ്പെട്ട സന്ദേശവും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളോടുള്ള മനോഭാവവും ഈ പ്രണയബന്ധത്തിൽ പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ടോ എന്നും ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരെ, ഇന്നത്തെ വായനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളോടുള്ള താല്പര്യം അത് ഓരോ ദിവസവും ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് വളരെ ശക്തിയോടുകൂടി സൂക്ഷ്മ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള കഴിവ് ഈ വ്യക്തിക്കുണ്ട് എന്നാണ് ഇതിനോടകം നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഈ വായനയിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തിന് നല്ല രീതിയിൽ തന്നെയുള്ള റിസ്ക് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ പ്രണയബന്ധത്തിൽ വിജയിക്കാൻ സാധിക്കുക എന്നുള്ള സത്യമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ വ്യക്തി തയ്യാറെടുക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് പോലും ഇനി ഒരു പുതിയ തുടക്കത്തോടു കൂടിയായിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഈ വ്യക്തിക്ക് അത്രമേലുള്ളത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പോസിറ്റീവായി ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുമുള്ള സമാധാന പ്രിയമായിട്ടുള്ള രീതിയിലേക്ക് പോകുവാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. പക്ഷെ യാതൊരു തരത്തിലും തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ മോശപ്പെട്ട ഇതിലേക്ക് പോകുവാനോ നിങ്ങളുമായി വാക്ക് തർക്കത്തിന് നിൽക്കുവാനോ അങ്ങനെ ഒന്നിനും തന്നെ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുമായി ഒത്തുചേർന്നാൽ മാത്രം മതിയെന്നും എല്ലാ തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് സംസാരിക്കണമെന്നും ഒക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് രൂപാന്തരപ്പെടുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥിയെ പോലെ വന്ന് സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള അനുഗ്രഹത്തിനും തടസ്സങ്ങൾക്കുമൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെയും ഈ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റു പലവരുടെയും ഒരു പിൻബലം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കടന്നാക്രമണം ഈ വ്യക്തിയെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് പലപ്പോഴും നിങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിനെ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രണയബന്ധത്തിലേക്കോ ദാമ്പത്യ ജീവിതത്തിലേക്കോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രൂപമാറ്റം കൊണ്ടുവരാൻ ഈ വ്യക്തി പലതരത്തിലും ശ്രമിച്ചെങ്കിൽ പോലും അത് ശത്രുക്കൾ പല രീതിയിലും തച്ചുടച്ചു കളഞ്ഞു എന്നാണ് കാണപ്പെടുന്നത്. ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള യഥാർത്ഥ പ്രണയവും അനുകമ്പയും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ എങ്ങനെയൊക്കെയോ വെച്ച് അത് പരിപൂർണമായും ഈ വ്യക്തിക്ക് മായ്ച്ചു കളയേണ്ടി വന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഊർജമാണ് ഉയർത്തിയെടുക്കാൻ ഈ വ്യക്തി ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് അത്രമേൽ ഗതികെട്ടിട്ടാണ് പല വ്യക്തികളെയും മാറ്റിവെക്കുന്നതും പല മോശപ്പെട്ട സാഹചര്യങ്ങളും വേണ്ട എന്ന് വെക്കുന്നതും. ഇതിൽ പലവരും ഈ വ്യക്തിയുടെ സുഹൃത്തുക്കളാകാം, ബന്ധുമിത്രാദികളാകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. പക്ഷെ എങ്കിൽ പോലും
ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതിയെന്നും നിങ്ങളുടെ ആശ്വാസകരമായിട്ടുള്ള സംസാരത്തിനും സ്നേഹത്തിനും വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള സത്യമാണ് ഈ വ്യക്തി ഇപ്പോൾ ഓരോ നിമിഷവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റാരിൽ നിന്നും ഈ വ്യക്തിക്ക് പരിപൂർണത ലഭിക്കുന്നില്ല. പരിപൂർണമായ സന്തോഷമോ സമാധാനമോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നില്ല. അത് തന്നെയാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റു പലവരെ മാറ്റി നിർത്തുവാനും മോശപ്പെട്ട ചിന്താഗതിയിലേക്കൊന്നും പോകാതെ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും സാഹചര്യങ്ങളിലേക്കും വഴിമാറി പോകാതെ നിങ്ങളിലേക്ക് തന്നെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, നിയമചട്ടങ്ങൾ, അല്ലെങ്കിൽ രീതികൾ, അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുമായി ഒന്നിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതലും ഈ വ്യക്തി സന്തോഷിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹവും കരുണയും വാത്സല്യവും ആരാധനയും മാനിഫെസ്റ്റേഷനും ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ അതേ സ്നേഹം എങ്ങനെയാണോ ഈ വ്യക്തിയോട് ഉണ്ടായിരുന്നത്, ഒരുപക്ഷെ അതിനേക്കാൾ ഏറെയാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ഇതിനോടകം ഈ പ്രണയബന്ധം അവസാനിച്ചു, അസ്തമിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ അതിനേക്കാൾ ഏറെ പൂർവാധികം ശക്തിയോടെയാണ് ഈ പ്രണയബന്ധം വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് അത്രയും തന്നെ ആത്മവിശ്വാസമാണ് നിങ്ങളോടുള്ളത്. ഇവിടെ യാതൊരു കാരണവശാലും ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാൻ ഈ വ്യക്തിയായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഇതൊരു ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, വിവാഹ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഏത് ബന്ധമാണെങ്കിൽ പോലും ഇവിടെ അത്രമാത്രം ഡെഡിക്കേഷൻ ഈ വ്യക്തി കൊടുക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഊർജം കൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, മാലാഖമാരുടെ ഊർജം നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, അതുപോലെ കോംപ്രമൈസ് എന്ന് പറയുന്ന 2 സന്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും മോശപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടും മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും നിങ്ങളെ 2 പേർക്കും ഒരുപക്ഷെ സാധിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് നന്നായി സംസാരിക്കുവാനും മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള നല്ലൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് മാലാഖമാർ നിങ്ങളോട് തുറന്നു പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിടയിൽ ഇതുവരെയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പല കാര്യങ്ങളും വളരെ പോസിറ്റീവായി തന്നെ വിജയകരമായി പരിഹരിച്ചു പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അറിവും കൂടിയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർത്തും നിങ്ങൾ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി തയ്യാറാവുക. കാരണം ഈ പ്രണയബന്ധമാണെങ്കിലും നിങ്ങളുമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള നിബന്ധനകളോ ലിമിറ്റേഷൻസോ ഇല്ല. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, കരിയർ പരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ജോലി സാധ്യതകളായിരിക്കാം, പ്രമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാകാം, ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു ഊർജത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ വ്യക്തിയെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷനും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കഠിനമായ ആഗ്രഹവുമാണ് ഈ പ്രണയബന്ധത്തെ ഓരോ ദിവസവും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർത്തും അങ്ങനെ തന്നെ വരട്ടെ എന്നും ഭവിക്കട്ടെ എന്നും ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഊർജത്തിൽ വലിയ രീതിയിലുള്ള വൈബ്രേഷൻസും മാറ്റങ്ങളും ഉണ്ടാകട്ടെ എന്നും നിങ്ങൾക്ക് അനുകൂലമായി എല്ലാം വന്നു ചേരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.